FCRA ബിൽ ഭേദഗതി ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഭരണഘടനയ്ക്കും മതേതരത്വത്തിനും എതിരെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ദിനങ്ങളിൽ പരീക്ഷകളും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയും നടത്താനുള്ള തീരുമാനം ആശങ്കാജനകമെന്നും മാർ താഴത്ത്. തൃശൂർ ബിഷപ്പ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മാർ താഴത്ത്. FCRA വഴി കാശ് കിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങളോ പ്രസ്ഥാനങ്ങളോ അവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടാനായിട്ടുള്ള ഒരു പുതിയ നിയമം, അത് എല്ലാവർക്കും ആശങ്കയുള്ളതാണ്. ഇതിൽ വളരെയേറെ ആശങ്കയുള്ളത് പ്രത്യേകിച്ച് ക്രൈസ്തവർക്കാണ്. കാരണം ക്രൈസ്തവ സ്ഥാപനങ്ങൾ പലതും ഇങ്ങനെ പുറത്തുനിന്ന് കിട്ടിയതുകൊണ്ട് തന്നെയാണ്. മറ്റുള്ളവർക്കുണ്ട്, മറ്റു മതത്തിലുള്ളവർക്കുണ്ട്. അതുകൊണ്ട് ഈ ആശങ്ക, ഈ പുതിയ ബിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, വിദഗ്ധര് വക്കീൽമാർ പറഞ്ഞു, ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അടക്കം എതിരാണ്, മതേതര രാഷ്ട്രത്തിനെതിരാണ്, ഇത് വ്യക്തികളുടെ പൗരന്മാരുടെ അവകാശത്തിനെതിരാണ്. FCRA ഭേദഗതി ചെയ്യാനുള്ള നീക്കത്തിൽ മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും ആശങ്കയുണ്ട്. ഈ ഭേദഗതിയുടെ മറവിൽ സഭാസ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും വസ്തുവകകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമമുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഭരണഘടനയ്ക്കും മതേതരത്വത്തിനും എതിരാണ്. ക്രൈസ്തവരുടെ വിശേഷ ദിവസങ്ങളിൽ പരീക്ഷകൾ നടത്തുന്നതും തെരഞ്ഞെടുപ്പ് അനുബന്ധ ജോലികളും രണ്ടാംഘട്ട പരിശീലനവും ഉദ്യോഗസ്ഥർക്ക് നിർബന്ധമാക്കിയതും തികച്ചും വേദനാകരമാണ്. ക്രൈസ്തവരുടെ വിശേഷ ദിവസങ്ങളാണ് വലിയ ആഴ്ച, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ, ഈ ദിവസങ്ങളൊക്കെ. ആ ദിവസങ്ങളിൽ പരീക്ഷ ദിനങ്ങളാക്കി വെച്ചിരിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ മതേതര രാഷ്ട്രത്തിലെ ഒരു ന്യൂനപക്ഷത്തോടുള്ള, ക്രൈസ്തവരോടുള്ള ന്യൂനപക്ഷത്തോടുള്ള ഒരു തരത്തിലെ വേദനയും അവകാശം പറയാൻ പറ്റില്ലെങ്കിലും ഞങ്ങൾക്ക് വളരെ വേദനയുണ്ട്. ഈ ദിനങ്ങളിൽ തന്നെ ഇപ്പോൾ സർക്കാരിൻ്റെ പ്രത്യേകിച്ച് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് ഹോം വോട്ടിംഗ് നടത്തുന്നത് ഈ ദിവസങ്ങളിലാണ്, ഇതിൻ്റെ കമ്മീഷൻ്റെ കറക്ഷൻസ് വരുത്തുന്നത് ഈ ദിവസങ്ങളാണ്, അതിനുവേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടത്തുന്നത് ഈ ദിവസങ്ങളാണ്. പിന്നെ ഈ ഹോം വോട്ടിംഗ് ഉദ്യോഗസ്ഥരെ രണ്ടാം ഘട്ട പരിശീലനം ഈ ദിവസങ്ങളിലാണ്. ഇതൊക്കെ ഈ വിശേഷ ദിവസങ്ങളിൽ, ദുഃഖവെള്ളി, ഈസ്റ്റർ, പെസഹ വ്യാഴം, ഈ ദിവസങ്ങളിൽ തന്നെ നടത്തുമ്പോൾ ക്രൈസ്തവരായ ഉദ്യോഗസ്ഥരുണ്ട്, അവർക്ക് പോകാതെ നിവൃത്തിയില്ല. അപ്പോൾ ഇതും രണ്ടാമത്തെ കാര്യത്തിൽ വേദനാജനകമാണ്. രാഷ്ട്രനിർമ്മിതിക്ക് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ നൽകിയ സംഭാവനകൾ ഭരണകർത്താക്കൾ വിസ്മരിക്കുകയാണ്. പൊതുസമൂഹത്തിന്റെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന്റെ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമായി മാത്രമേ കേന്ദ്ര സർക്കാരിന്റെ FCR ഭേദഗതി ശ്രമം കാണാനാവൂ. ഈ നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കാൻ സഭാ സമൂഹം നിർബന്ധിതരാകുമെന്നും മാർ താഴത്ത് പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ.